നമസ്കാരം. ബംഗ്ലാദേശിൽ മൂന്നാം തവണയും തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി വിജയിച്ച് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ വിദ്യാർത്ഥി കലാപത്തിലൂടെ അട്ടിമറിച്ചതിന് പിന്നിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളാണ് എന്നതിന് കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. അതേ ഒരു ഡീപ് സ്റ്റേറ്റ് തന്ത്രം തന്നെയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിലും പ്രയോഗിക്കുന്നത് എന്ന് വേണം കരുതാൻ. വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ വിദ്യാർത്ഥി നേതാക്കൾക്ക് അമേരിക്കയിൽ ഡെമോക്രാറ്റിക് നേതാവ് ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയിരുന്നു. അതിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ താത്കാലിക ഭരണാധികാരി മുഹമ്മദ് യൂനുസും പങ്കെടുത്തിരുന്നു. അതുപോലെ ഒരു കലാപം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യയിൽ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ചേർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് തിങ്കളാഴ്ച ഒരു മാർച്ച് നടത്തിയതെന്നതും നമ്മൾ അതിൽ കൂട്ടി വായിക്കേണ്ടതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും വോട്ടെടുപ്പിലും കൃത്രിമം കാട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന വ്യാജ ആരോപണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ ഗാന്ധി ഉയർത്തുകയാണ്. ഇതുവഴി തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ല എന്നും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരം അട്ടിമറികളിലൂടെയാണെന്നും പറഞ്ഞു പരത്തുക ചെയ്യുക വഴി ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടത്താൻ സാധിക്കാത്ത കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. കാരണം ജനാധിപത്യ മാർഗത്തിലൂടെ മോദിയെയും BJPയെയും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ളതിനാൽ രാഹുൽ ഗാന്ധി വിദേശ ശക്തികളെയും രാജ്യത്തിന് അകത്തെ BJP വിരുദ്ധ ശക്തികളെയും കൂട്ടുപിടിച്ച് മോദി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് വ്യാമോഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വിമർശനങ്ങൾക്കും തെളിവുകളില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ എല്ലാ വാദങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചു കഴിഞ്ഞു. ഏകദേശം 51 ലക്ഷത്തോളം ബംഗ്ലാദേശി മുസ്ലിമുകളെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടത്തിവിടാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെയും ലാലു പ്രസാദ് യാദവിന്റെയും ശ്രമങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകോപനത്തിന് കാരണമായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യ ആരോപണങ്ങൾ ഉയർത്തിയതിന് സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധിയോട് വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര നടത്തിയ കോടികളുടെ അഴിമതിയും ഭൂമി തട്ടിപ്പും സംബന്ധിച്ച കേസെല്ലാം ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അന്വേഷണത്തിന് വേണ്ടി പുറത്തേക്കിട്ടപ്പോൾ ഗാന്ധി കുടുംബം കടുത്ത പ്രതിരോധത്തിലാണ്. വൈകാതെ കോടതി വിധികൾ ഓരോന്നായി പുറത്തേക്ക് വരും. അതിനു മുമ്പ് രാജ്യത്തെ കലാപ അന്തരീക്ഷമാക്കുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടതോടെയാണ് മുഖം രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സമരം കടുപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വീണ്ടും അസീം മുനീർ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ആകട്ടെ ഇന്ത്യക്ക് മേൽ 50% നികുതി അടിച്ചേൽപ്പിച്ച് ഇന്ത്യ-US വ്യാപാര ബന്ധം തകർക്കുകയാണ്. ഈ സമയത്ത് രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം രാജ്യത്തിനകത്ത് സമരത്തിനും കലാപത്തിനും തീ കൊളുത്താൻ ശ്രമിക്കുന്നു എന്നതിനർത്ഥം വിദേശ ശക്തികൾ രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്ന് തന്നെയാണ്. ട്രംപ് ജയിച്ചപ്പോൾ ഇന്ത്യ സന്തോഷിച്ചതാണ്. കാരണം ഡെമോക്രാറ്റ് പാർട്ടിക്ക് മേൽക്കൈയുള്ള ഡീപ് സ്റ്റേറ്റിനെതിരായ ശക്തിയായി റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ട്രംപ് പ്രവർത്തിക്കുമെന്ന വിശ്വാസമാണ് ട്രംപ് ഇതിലൂടെ തകർത്തത്. പകരം സ്വന്തം കുടുംബത്തിന്റെയും മറ്റുമുള്ള വ്യാപാര നേട്ടങ്ങളിൽ മാത്രം താല്പര്യമുള്ള ട്രംപ് ഒരു ഡീപ് സ്റ്റേറ്റ് ശക്തിയെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ്. അതായത് ട്രംപിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അധികാര ശക്തികൾ അമേരിക്കൻ ആയുധ ശക്തിയും ഡോളർ മേൽക്കോയ്മയും ഉപയോഗിച്ച് മറ്റ് ദുർബല രാജ്യങ്ങളിൽ അവരുടെ അധികാരവും ബിസിനസ് താല്പര്യങ്ങളും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഡീപ് സ്റ്റേറ്റ് ശക്തിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിഞ്ഞ ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ അസീം മുനീറിനെ ഉപയോഗിക്കുകയാണ്. മറുവശത്ത് യഥാർത്ഥ ഡീപ് സ്റ്റേറ്റിന്റെയും അതോടൊപ്പം തന്നെ NGOകളുടെയും പിതാവായ അമേരിക്കയിലെ കോടീശ്വരൻ ജോർജ് സോറസിന്റെയും മോദിയെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ കലാപം നടത്തുക എന്ന പദ്ധതിയും ശക്തമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. US-ൽ നിന്നും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ശക്തമാകുന്നതിനൊപ്പമാണ് ഇന്ത്യക്കകത്ത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും സമരം അരങ്ങേറുന്നത്. ഇതാണ് കലാപശ്രമത്തിന്റെ തുടക്കമോ എന്ന സംശയം ജനിപ്പിക്കുന്നത്. 2 മാസത്തിനകം രണ്ടാം തവണയും ഇന്ത്യ ഏറ്റവും അധികം വെറുക്കുന്ന അസീം മുനീറിനെ US മണ്ണിലേക്ക് ട്രംപ് ക്ഷണിച്ചുവെന്ന് മാത്രമല്ല, അവിടെ നിന്ന് അസീം മുനീറിനെ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കാൻ അനുവദിച്ചു എന്നതും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ സമരം ചെയ്യുന്ന ബലൂച്ച് ആർമിയെ ഭീകരവാദ സംഘടനയായി US പ്രഖ്യാപിച്ചതിന്റെ വേഗതയും അമ്പരിപ്പിക്കുന്നതാണ്. അതായത് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ ശക്തമാണ്.
അതിന് സമാന്തരമായാണ് ഇവിടെ കലാപശ്രമങ്ങൾക്ക് മുന്നോടിയായുള്ള സമരങ്ങൾ ആരംഭിക്കുന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.